നമസ്കാരം. നമ്മുടെ NDA 1 2024 ഈ മാസം 21 ഏപ്രിൽ മാസം 21 മീൻസ് നാളെ. അപ്പോൾ കുട്ടികളെല്ലാം ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. NDA 2 തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇച്ചിരിയുടെ കൂടുതൽ കുട്ടികൾ പ്രിപ്പയർഡ് ആയിട്ട് പോകാനുള്ള സമയം കിട്ടുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 2 എക്സാം കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയം കൊണ്ടുള്ള ഒരു ക്രാഷ് ആണെങ്കിൽ NDA 2 ഇച്ചിരി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൂടെ എഴുതാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടിയും കൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ച് എഴുതുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എക്സാം ഹോളിൽ നിങ്ങൾക്ക് വേണ്ട ചില കാര്യങ്ങൾ ഒന്ന് പറയുകയാണ്. ഡോക്യുമെൻറ്റ്സ് ഒത്തിരി ഒന്നും വേണ്ട, വലിയ പ്രശ്നങ്ങളായിട്ടുള്ള ഒരു ഡ്രസ് കോഡൊന്നും NDAക്കില്ല. നിങ്ങൾക്ക് ഒന്നാമത് വേണ്ടത് നമ്മുടെ അഡ്മിറ്റ് കാർഡ് തന്നെയാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാം. അത് നമ്മൾ കളർഫുള്ളായിട്ടുള്ളതായിരിക്കും മിക്കവാറും എല്ലാവരും ഡൗൺലോഡ് ചെയ്തേക്കുന്നത് അല്ലേ. ഫോട്ടോ ഒക്കെ അതിനകത്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊക്കെ ഉണ്ടാവും. രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടത് ആധാർ കാർഡാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് വേണം. അത് നിങ്ങൾക്ക് ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ വോട്ടേഴ്സ് ID എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇനി ഇതിനകത്തൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ആധാർ കാർഡിനുള്ളിലെ ഫോട്ടോ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ അത്ര ക്ലിയർ ആയിട്ടല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു 2 ഫോട്ടോഗ്രാഫ്സ് നിങ്ങളൊന്ന് കരുതിക്കോണം. ഓക്കെ, 2 എണ്ണം റീസെൻ്റ് ആയിട്ടുള്ള 2 ഫോട്ടോഗ്രാഫ്സ് ഒന്ന് കരുതിക്കോണം. 2 എണ്ണം എന്ന് പറഞ്ഞാൽ മോർണിംഗ് അതുപോലെ നമ്മുടെ ഉച്ച കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂണിലുള്ള 2 എക്സാംസിനും കൂടെ ഓരോന്ന് വെച്ച് ഉള്ള രീതിയിൽ കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തേക്കണം. ഓക്കെ, പിന്നെ നിങ്ങളൊരു ബ്ലാക്ക് പോയിൻറ്റ് പെൻ നിങ്ങളൊന്ന് കരുതുക. 2 എണ്ണം കരുതിക്കോണം. എന്തെങ്കിലും ഒരെണ്ണം വെച്ചാൽ നമ്മളൊന്ന് ഒരു സെക്യൂരിറ്റിക്ക് ഒന്നുകൂടെ എടുത്തേക്കണം. ഇത്ര സാധനങ്ങളൊക്കെ ഉള്ളൂ പ്രത്യേകിച്ച് കൊണ്ടുപോകാം. പിന്നെ നിങ്ങൾക്ക് സാനിറ്റൈസറോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. വളരെ കാണാൻ പറ്റുന്ന രീതിയിൽ കൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് കൊണ്ടുപോകാം വേണമെങ്കിൽ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതൊന്നും ആവശ്യമില്ല. മാസ്കും ഒന്നും അത്ര ആവശ്യമുള്ള കാര്യങ്ങളല്ല. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം വരുന്നത് 10 to 12:30 ആണ് നമ്മുടെ ഫസ്റ്റ് എക്സാം. സെക്കൻഡ് എക്സാം വരുന്നത് 2 to 4:30 ആണ്. ഇതാണ് നമ്മുടെ ടൈമിംഗ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 10 മണിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് 10 മണിക്ക് ഓടി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും അവിടെ ഹോളിൽ കയറ്റില്ല. അതുകൊണ്ട് 30 മിനിറ്റ്സ് ബിഫോർ നിങ്ങൾ എത്തണം. മീൻസ് 9:30 നിങ്ങളവിടെ എത്തിയിരിക്കണം, 30 മിനിറ്റ് മുൻപായിട്ട്. അതുപോലെ ആഫ്റ്റർനൂൺ സെക്ഷൻ ആകുമ്പോൾ നിങ്ങൾ 1:30 മുൻപായിട്ട് നിങ്ങളവിടെ എത്തണം. ഓക്കെ, അത് ശ്രദ്ധിച്ചേക്കണം. കാരണം ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കാരണം വേണം പറഞ്ഞ് റിജക്റ്റ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് എത്തുക ടൈമിന്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇതും കൊണ്ട് അങ്ങോട്ട് ധൈര്യമായിട്ട് പോവുക, നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുക. ഓക്കെ, പിന്നെ നമ്മുടെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ഇന്ന് തന്നെ നമ്മുടെ വീഡിയോ വരും, എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം, ബെൽ ബട്ടനൊക്കെ മറക്കാതെ എനേബിൾ ചെയ്തിട്ടേക്കണം. NDA 2 രീതിക്കുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.